പോയ വർഷം പഠിപ്പിച്ച പാഠങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് വേദനകളോട് നന്ദി പറഞ്ഞ പ്രതീക്ഷകളെ ചേർത്ത് പിടിച്ച് അങ്ങനെ 2025 കഴിഞ്ഞു പോയി 2026 എത്തി. ന്യൂ ഇയർ ഇവ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. ബാർബിക്യൂ ടൈംസിൽ പോകണം, CB പോകണം. ബട്ട് താങ്ക്സ് ടു കോർപ്പറേറ്റ് ജീവിതം വീക്ക് ഓഫ് പോലും ഇല്ലാത്ത ന്യൂ ഇയർ വീക്ക് തന്നതിന്. ഞങ്ങളുടെ കുഞ്ഞിലൊക്കെ ന്യൂ ഇയേഴ്സ് ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ, ന്യൂ ഇയറിൻ്റെ തലേന്ന് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കും, 12 മണിക്ക് കേക്ക് കട്ട് ചെയ്യും, ആൻഡ് ന്യൂ ഇയറിൻ്റെ അന്നത്തെ ദിവസം പായസം ഉണ്ടാക്കും. എല്ലായിടത്തെയും പോലെ തന്നെ ബാത്റൂമിൽ കലർ തൂക്കിയിട്ടിട്ട് പുതിയ വർഷം അങ്ങോട്ട് തുടങ്ങും. ഈ വർഷം ഏകദേശം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പായസം മാത്രം ഉണ്ടാക്കിയില്ല. തുടക്കം തന്നെ ഒരു എയർപോർട്ട് യാത്രയാണ്. പോകുന്നത് ഞാനല്ല, കുറച്ച് ദിവസമായിട്ട് ദില്ലി വാസത്തിന് വന്ന അമ്മ ഇന്ന് തിരിച്ചു പോകുമായിരുന്നു. എപ്പോഴും ഞങ്ങളെ എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ കൊണ്ടുവന്ന് വിടാൻ വന്നിരുന്ന അമ്മയെ ഞാനിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ എയർപോർട്ട് കൊണ്ടുവിടുന്നത്. കുറേ മെമ്മറീസ്, കുറേ കറക്കം, കുറേ യാത്ര ഒക്കെ ആയിട്ട് ഒരു ഓട്ടോ ആയിരുന്നു കുറച്ച് ദിവസം. എനിവേസ് അതൊക്കെ അവിടെ നിൽക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കാൻ സാധിക്കട്ടെ. പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ വന്നാലും അതൊക്കെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നതാകട്ടെ. എല്ലാം പൂർണ്ണമായിരിക്കില്ല, പക്ഷെ ഞാൻ തളരില്ല. ഈ വർഷം ഞാൻ എനിക്കായി ജീവിക്കും, എൻ്റെ പേസിൽ, എൻ്റെ പീസിൽ. കൂടുതൽ ഓടാനില്ല, ചെറിയ സന്തോഷങ്ങൾ, കുറേ സമാധാനം, വലിയ നന്ദി. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് മനസ്സിൽ എംബഡഡ് ചെയ്യുക. ഹാപ്പി ന്യൂ ഇയർ, ഹാവ് എ ഗ്രേറ്റ് ഇയർ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ് എല്ലാവർക്കും.